ഹലോ, ലോകം മുഴുവൻ ഇപ്പോൾ ട്രെൻഡായ വാക്കുകളാണ് റീസൈക്ലിങ്ങും അപ്സൈക്ലിങ്ങും അല്ലേ? ഇനി ഈ അപ്സൈക്ലിങ്ങിൻ്റെ അർത്ഥം എങ്ങാണോ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചിരി വരുന്നൊരു കൂട്ടരുണ്ട്. ആരാന്നറിയോ? വേറെ ആരുമല്ല, നമ്മുടെ അമ്മമാർ തന്നെ. കാരണം ഈ സീനൊക്കെ അവർ പണ്ടേ വിട്ടേന്നേ. എന്താ ഈ അപ്സൈക്ലിംഗ് കൊണ്ട് ഉദ്ദേശമാക്കുന്നത്? ഒരു ഉപയോഗം കഴിഞ്ഞ പ്രോഡക്റ്റ് അതിൻ്റെ ഒറിജിനലേക്കാട്ടിൽ യൂസുള്ള മറ്റൊന്നാക്കി അപ്സൈക്കിൾ ചെയ്തെടുക്കുക. ഇതൊക്കെയല്ലേ അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ ഹോർലിക്സ് കുപ്പിയും കോഫി പൗഡർ ബോട്ടിലും കൊക്കക്കോള ബോട്ടിലും എന്തിന് മിനറൽ വാട്ടർ ബോട്ടിലും കൊണ്ടുവരെ അവർ പല ടെക്നിക്കുകളും ചെയ്യും അല്ലേ? നമ്മുടെ അടുക്കളയിലൊന്ന് കയറി നോക്കിയാൽ അറിയാമല്ലോ. എന്തിന് കുക്കി ബോക്സിൽ വരെ സൂചിയും നൂലും ഇട്ട് വെക്കുന്ന ടീംസാണ് നമ്മുടെ അമ്മമാർ. പക്ഷേ ഇപ്പോൾ കാലം മാറി. മോഡുലാർ കിച്ചണൊക്കെ വന്നപ്പോൾ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ചെയ്തെടുത്തൊരു കിച്ചണിൽ കുറച്ച് മഞ്ഞയും വേറൊന്ന് പച്ചയും ഒക്കെ ആയിട്ട് ബോട്ടിൽസൊക്കെ ഇരിക്കുന്ന കിച്ചൻ്റെ സ്റ്റൈലിന് ചേരില്ല എന്നായി. അപ്പോൾ പിന്നെ കിച്ചണിലേക്ക് എളുപ്പം എടുക്കേണ്ടി വരുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഇല്ലേ, കടുക്, ജീരകം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ഐറ്റംസൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സോ ഒക്കെ സെറ്റായിട്ട് വാങ്ങാൻ തുടങ്ങി. പക്ഷേ ഈ കടുകൊക്കെ ഇടാൻ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ 10 ഗ്ലാസിൻ്റെ ബോട്ടിലിൻ്റെയൊക്കെ വില കേട്ടാൽ ചിരിച്ചു പോവും നമ്മൾ. ഇനി വിദേശ രാജ്യങ്ങളുടെ കാര്യം പറയേ വേണ്ട. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കടുകിൻ്റെ ബോട്ടിലൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളൊരു കുഞ്ഞ് 6 ബോട്ടിലൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ 45 ദിർഹം കുറഞ്ഞത് കൊടുക്കണം, അഥവാ നമ്മുടെ 900 രൂപ. പിന്നെ ബ്രാൻഡഡിൻ്റെ കാര്യം പറയേ വേണ്ടല്ലോ. അതുകൊണ്ട് ഞാനും നമ്മുടെ അമ്മമാരുടെ ടെക്നിക്ക് തന്നെ അങ്ങ് പ്രയോഗിച്ചു. വീട്ടിൽ വാങ്ങുന്ന ജാമിൻ്റെയും അച്ചാറിൻ്റെയും കോഫി പൗഡറിൻ്റെയും ഒക്കെ ബോട്ടിൽസ് കഴുകിയെടുത്ത് ഇതുപോലെ അങ്ങ് യൂസ് ചെയ്തു. പക്ഷേ ഒരു ചേർച്ചയില്ലാതെ എല്ലാം പല കോലത്തിലായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു ഐഡിയ കിട്ടി. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കും ഈ അപ്സൈക്ലിങ്ങിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ നേരത്തെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ ബോക്സിൽ നിന്ന് ബെഡ്സൈഡ് ടേബിൾ, അതേപോലെ മാഗസിൻ പേപ്പേഴ്സ് കൊണ്ട് സ്റ്റോറേജ് ബോക്സ്, പിന്നെ ടിഷ്യൂ ബോക്സ് കൊണ്ട് ടേബിൾ ഓർഗനൈസർ, സോപ്പ് ബോക്സസ് കൊണ്ട് തയ്ക്കുന്ന നൂലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബോക്സ്. അങ്ങനെ ആ വീഡിയോസ് കാണാത്ത ഇവിടെ ആദ്യമേ എത്തിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. പിന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഓർഗനൈസേഴ്സിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ആർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന കുറച്ച് DIY ഓർഗനൈസേഴ്സ് ആണ് അതെല്ലാം. അപ്പോൾ ഇന്നത്തെ ടിപ്പിലേക്ക് വരാം. ഈ ബോട്ടിൽസൊക്കെ ഒന്ന് കളറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടയിൽ പോയിട്ട് ഒരു സ്പ്രേ പെയിൻറ്റ് വാങ്ങി. ഇതാണ് ആ സാധനം. നമ്മുടെ നാട്ടിൽ 120 രൂപ വരും, ഇവിടെ ഒരു 6 ദിർഹമായി കേട്ടോ. നാട്ടിലും ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ്സ് ഈസിലി അവൈലബിൾ ആട്ടോ. ഒരു 100 രൂപ തൊട്ടൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉള്ളൂ. പല റേഞ്ചിൽ തന്നെ പല കളറിലും അതേപോലെ പല മെറ്റീരിയലിലേക്ക് ആപ്റ്റ് ആവുന്ന തരത്തിലുള്ള സ്പ്രേ പെയിൻറ്റ്സ് ഇപ്പോൾ ഈസിലി നാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ നേരെ കിച്ചണിൽ പോയി അടപ്പൊക്കെ ഊരി മാറ്റി ഒരു ടേബിളിൽ കുറച്ച് പഴയ മാഗസിൻ പേപ്പേഴ്സൊക്കെ വിരിച്ചിട്ട് ഇതുപോലെ അടപ്പുകൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ബാൽക്കണിയിലോ മുറ്റത്തോ ഒക്കെ വെച്ച് ചെയ്യാമേ. ഇതിനൊരു പെയിൻറ്റിൻ്റെ മണം ഉണ്ടല്ലോ, അത് റൂമിൽ വരില്ല. പിന്നെ വേണമെങ്കിൽ ഒരു മാസ്ക് കൂടി വെക്കാം. പിന്നെ കുറച്ച് ദൂരത്തിൽ വെച്ച് സ്പ്രേ ചെയ്താലേ കറക്റ്റ് ഫിനിഷിങ് കിട്ടും, അത് മറക്കരുത് കേട്ടോ. പിന്നെ ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ തൊടാനും പാടില്ല. പിന്നീട് ആ പെയിൻറ്റ് ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ അടപ്പും ഒരേ കളറാകും. കൂട്ടത്തിൽ ഞാൻ പഴയ ഒരു ഭരണിയുടെ ലിഡിനും കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായി ഉണങ്ങും മുമ്പ് അതിലാരും ടച്ച് ചെയ്യാനേ പാടില്ല കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ ഒരു പണി കിട്ടും. അങ്ങനെ സാധനങ്ങളുടെ പേര് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി സെല്ലോ ടേപ്പിൽ ഒന്ന് ഒട്ടിച്ചതോടുകൂടി നമ്മളുടെ ഗ്ലാസ് കണ്ടെയ്നർ സെറ്റ് നല്ല കിഡു ലുക്കിലായി. ഐഡിയ എങ്ങനെയുണ്ട്? ഒരു 100 രൂപയുടെ സ്പ്രേ പെയിൻറ്റ് കൊണ്ട് നമുക്കിതാ കിച്ചണിലേക്ക് വെക്കാൻ നല്ല ഭംഗിയുള്ള ഗ്ലാസിൻ്റെ തന്നെ കണ്ടെയ്നേഴ്സും സെറ്റാക്കി. പിന്നെ ബാക്കി വരുന്ന സ്പ്രേ പെയിൻറ്റ് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ മോൻ്റെ ഒരു പഴയ കാർ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പെയിൻറ്റൊക്കെ ഇളകി പോരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ലുക്ക് നല്ല കിടുവായി കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഒരു സ്പ്രേ പെയിൻറ്റ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്യൂ. കുറഞ്ഞ ചിലവിൽ നമ്മളെ വീടേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.